പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഏപ്രിൽ 30 വേഴ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവെ, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ,
പരീക്ഷ, പിന്നെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷ നീക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഡ്രൈവിങ് പഠിക്കുന്ന ഒത്തിരി ആൾക്കാർ, ഈ 10-40 വയസ്സുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് കരയുവേ, അച്ഛാ ദുബായിലെ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസിനാണ് ഇപ്പോൾ 8 പ്രാവശ്യം എടുത്തച്ച, എന്നിട്ട് തോറ്റുപോയി. കാര്യം അവർ നമ്മൾ പറയുമ്പോൾ ഞാനതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാണ്. കാര്യം എനിക്ക് അങ്ങനെ ഒരാൾ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്നറിയാം, അയാളുടെ ഭാര്യ, അവരുടെ കടങ്ങൾ, അവരുടെ പെൺകുഞ്ഞുങ്ങൾ, അവരുടെ പഠിത്തം, ഇങ്ങനെ കുറേ കാര്യം ഞാൻ ചിന്തിക്കും. കാര്യം ചിലപ്പോൾ ആ ഒറ്റ ഡ്രൈവിങ് ആ വളയം കൊണ്ടായിരിക്കണം തിരിച്ചാണ് ഈ കുടുംബത്തെ മുഴുവൻ കൊണ്ടുപോകേണ്ടത്. ഇപ്പം ഞാനാണെങ്കിൽ അത് കൊണ്ടുപോയി കർത്താവിൻ്റെ അടുത്ത് പട്ടാങ്ങി പറയും, കർത്താവേ ഈ മനുഷ്യന് ശ്രദ്ധയില്ലാത്തതാണ്, അതൊന്നും ഈ കാര്യമാക്കണ്ട. ഉടമ്പടി നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യേണ്ടതാണ്, ബട്ട് ബൈ ഗ്രേസ്. ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുവെച്ചാൽ നിൻ്റെ കഴിവല്ല, എൻ്റെ കൃപയെന്ന് ദൈവം അത് ഉണ്ടാക്കിയത് തന്നെ എന്തിനാണെന്നറിയാവോ? നമ്മളുടെ പരാധീനതകളെ പരിഹരിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്കതിൽ വിശ്വാസം. അതുകൊണ്ട് ഉടമ്പടിയിൽ ഒത്തിരി പേര് ഉടമ്പടിയുടെ കാമ്പറിയാവുന്നവരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. കാമ്പും കാതും അറിയാൻ പറ്റാത്തവർ ഇപ്പോഴും ഇരുട്ടി തപ്പറുണ്ട്. കാമ്പറിയാവുന്നവരെല്ലാവരും രക്ഷപ്പെടും. കാര്യം അത് ആ ഒരു കറക്റ്റ് ഫോർമുല ആണല്ലോ. അതിനപ്പം ഇനി ആർക്കത് ഉണ്ടാക്കാൻ പറ്റുന്നത് അതിനൊക്കെ വലിയ ഫോർമുല ദൈവമായിട്ട് റിലേഷനിൽ വരാൻ വേണ്ടി. അപ്പം അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ട് ബന്ധപ്പെടുത്തി അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ പറ്റിയ അടയാളം കിട്ടാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിട്ടുള്ള സംഭവമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരൊറ്റ കൈ വന്നാൽ നിങ്ങൾ ഈ കാര്യം കാണാൻ വേണ്ടി തൽക്കാലത്തേക്കുള്ള റിലേഷൻ വരുമ്പോൾ ടെമ്പർ റിലേഷൻസ്, എൻ്റെ മക്കളെ എനിക്ക് തോന്നണത് ഈ ടെമ്പർ റിലേഷൻസ് നമുക്ക് എല്ലാവരുമായിട്ട് സാക്ഷ്യം, പ്രത്യേകിച്ച് ഈ മലയാളികളെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ല, വലിയ റിലേഷൻസ് ഒന്നും ഉള്ള ആൾക്കാരല്ല. പ്രത്യേകിച്ച് പുതിയ തലമുറ യൂസ് ആൻഡ് ത്രോ അല്ലേ. അപ്പോഴത്തെ ഒരു ആവശ്യത്തിന് അവരുമായിട്ട് കമ്മ്യൂണിക്കബിളായി അത് കഴിയുമ്പോൾ അവിടുന്ന് പോകുന്നു. പിന്നെ വേറൊരു സ്ഥലത്ത് ചെന്ന് അവരുമായിട്ടുള്ള അപ്പം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കറണ്ട് മെയിൻ്റെനൻസിന് വേണ്ടിയുള്ള ഒരു ബിസിനസ് അക്കൗണ്ടാണ് ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പലപ്പോഴും മലയാളികൾ പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. ഒരു ശാശ്വതമായ റിലേഷൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് നോക്കിയാൽ മതി. നിങ്ങൾ വർഷങ്ങളോളം എല്ലാവരെയും നിങ്ങൾ ഉടനെ അക്കൗണ്ട് കൊണ്ടുവരും. പക്ഷേ എത്ര പേര് അക്കൗണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ചില അക്കൗണ്ടൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഡെഡാണ് അല്ലേ. വാട്സപ്പിലെ കുറേ അക്കൗണ്ടുകൾ 2-3 കൊല്ലമായിട്ട് ആരെയും വിളിക്കാത്ത കേസുണ്ട്. നിങ്ങൾക്ക് ആ അക്കൗണ്ട് തുടങ്ങേണ്ട കാര്യമില്ലായിരുന്നു വർഷത്തിൽ. കാര്യം 3 കൊല്ലമായിട്ടൊക്കെ ഒരു അക്കൗണ്ടിന് അങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ആ അക്കൗണ്ട് തുടങ്ങണേ എന്തിനാ? അപ്പോൾ പക്ഷേ ഈ മലയാളിയുടെ ഒരു പ്രശ്നം ഇങ്ങനെയുള്ള ടെമ്പററി എല്ലാം അവർ ഒരു ആദ്യത്തെ ആവേശത്തിന് കയറി അക്കൗണ്ട് ആക്കും. പിന്നെ അവിടെ ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ അവർ അക്കൗണ്ട് യൂസ് ചെയ്യത്തില്ല. അത് ഡെഡ് അക്കൗണ്ട് ആകും. ഞാനത് എൻ്റെ മക്കളോട് എന്താ പറഞ്ഞു വെച്ചാൽ, ഇങ്ങനെ ഒരു ഡെഡ് അക്കൗണ്ട് ദൈവവുമായിട്ട് നമുക്ക് പറ്റത്തില്ല. ഉടമ്പടി ചില ആൾക്കാരുടെ അക്കൗണ്ട് ഡെഡായിരിക്കണതിൻ്റെ കാരണം അതാണ്. അവർക്ക് ടെമ്പർ റിലേഷൻസേ ഉള്ളൂ. ദൈവവുമായിട്ട് നമുക്ക് ഒരു ഡെഡ് അക്കൗണ്ട് പറ്റത്തില്ല. കാര്യം അക്കൗണ്ട് ആക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇത് ഡെഡാണെന്നറിയാം. അപ്പോൾ തന്നെ ആരുടെയെങ്കിലും അക്കൗണ്ട് ഉടമ്പടി അക്കൗണ്ട് ഡെഡായി പോയിട്ടുണ്ട്, ഇന്ന് തന്നെ നിങ്ങൾ അത് പുതുക്കി ദൈവമായിട്ട് ആ പഴയ പ്രസരിപ്പിനും പ്രവർത്തനത്തിലും ഒക്കെ വരണം. ജെറമ്യ 31:3 വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം
അനന്തമാണ്. നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ചില സമയത്ത് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഒരു ആന്തരിക അഭിഷേകം വരണം. അങ്ങനെ വന്നാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. നമ്മൾ പറയണതും പറയാത്തതും ചെയ്യേണ്ടതും ഭാവിയിൽ ചെയ്യേണ്ടതും എല്ലാം കണക്ക് കൂട്ടിയാണ് കർത്താവിൻ്റെ കൂടെ ജീവിക്കണം. ഭയങ്കര രസമാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല, നമുക്കതുകൊണ്ട് ഇപ്പോൾ ഒരു നോ യൂസ് ആയിരിക്കും. പക്ഷേ കർത്താവ് കരുതി കൂട്ടി നമുക്ക് അടുത്തതിൻ്റെ പിന്നത്തെ കൊല്ലം പ്രയോജനം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നേ കർത്താവ് അതിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണ കാണാം. ഞാനീ ദൈവമായിട്ട് നടന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയ സത്യം അതാണ്. അത് നമ്മുടെ അപ്പനെയും പറ്റത്തില്ല, അമ്മയ്ക്കും പറ്റത്തില്ല. അത് ദൈവത്തിന് മാത്രമേ കറക്റ്റായിട്ട് പറ്റത്തുള്ളൂ. അവിടെ ദൈവം ഒരു മസ്റ്റാണ് ശരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.